ഇന്ന് വിവാഹവും വിവാഹ ചടങ്ങുകളും 1, 2, 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. തന്റെ വിവാഹ ചടങ്ങുകൾ ഗംഭീരമായി അതിമനോഹരമായി നടത്തണമെന്ന് സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് വിവാഹ ചടങ്ങുകൾ നടത്താറുമുള്ളത്. എന്നാൽ ഇന്നലെ വിവാഹിതരായ അജ്മൽ തോട്ടോളിയും വധു ഫാദിയയും തങ്ങളുടെ വിവാഹ ചടങ്ങുകൾ വളരെ ലളിതമാക്കി വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ സ്വന്തം കുടുംബത്തെയും വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവർ ഏറെ തന്നെയാണ്. ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താൻ പീപ്പിൾ ഫൗണ്ടേഷന്റെ വീട് നിർമ്മാണത്തിലൊരു ഭാഗമാക്കുകയാണ് മലപ്പുറം സ്വദേശി അജ്മൽ തോട്ടോളിയും വധു ഫാദിയയും. തങ്ങളുടെ വിവാഹ ചടങ്ങിനായി മാറ്റിവെച്ച പണത്തിൽ നിന്ന് 50,000 രൂപ വയനാടിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. വിവാഹവേദിയിൽ വെച്ച് തന്നെ പീപ്പിൾ ഫൗണ്ടേഷൻ ഭാരവാഹികൾക്ക് ആ തുക കൈമാറുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിക്കാഹ് വേദി സാമൂഹിക ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ വേദി കൂടിയായി മാറിയ മനോഹരമായ കാഴ്ചക്കാണ് ആ രംഗം സാക്ഷിയായത്. ജീവിതത്തിലെ വലിയ സന്തോഷ നിമിഷത്തിൽ ചുറ്റുപാടും ദുരിതമനുഭവിക്കുന്നവരെ കൂടി ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ആ വലിയ മനസ്സാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. ചെറുകുളമ്പ് സ്വദേശി അനീസുദ്ദീൻ തോട്ടോളിയുടെ മകനാണ് അജ്മൽ തോട്ടോളി. പെരിന്തൽമണ്ണ താഴേക്കാട് സ്വദേശി അഷ്റഫിന്റെ മകൾ ഫാദിയയുമായാണ് വിവാഹിതരായത്. നിക്കാഹ് കർമ്മം കഴിഞ്ഞ ഉടൻ തന്നെ 2 കുടുംബത്തിലെയും ഉപ്പമാരും ചേർന്ന് ഒരു പ്രഖ്യാപനം നടത്തി. മക്കളുടെ ഈ നിക്കാഹ് സുദിനം വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുന്നതാവണമെന്ന്. അതിനാൽ തന്നെ കല്യാണ ചെലവിലേക്കായി മാറ്റിവെച്ച തുകയിൽ നിന്ന് ഒരു വലിയ വിഹിതം ദുരിതബാധിത പ്രദേശത്തെ പുനരധിവാസ പദ്ധതിക്ക് സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന നിമിഷം മുതൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ചും സജീവ സാന്നിധ്യമായിട്ടുള്ള പീപ്പിൾസ് ഫൗണ്ടേഷനെയാണ് ഇവർ ഈ തുക ഏൽപ്പിച്ചത്.